ഈ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവില്ലല്ലേ, പകരം ആഭ്യന്തരമന്ത്രിയാകാനാണ് ചാൻസ് ഉള്ളത് അല്ലേ? മുഖ്യമന്ത്രി പദം സതീശന് തന്നെ അവകാശപ്പെട്ടതായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ വേണം നമ്മൾ വായിച്ചെടുക്കാൻ. കഴിഞ്ഞ ദിവസം വന്ന പല നേതാക്കന്മാരുടെയും, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയൊക്കെ പ്രസ്താവന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതുവരെ ലീഗ് അങ്ങനെ പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, പരസ്യമായിട്ടോ തെളിച്ചോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നയാളിനെ സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും തർക്കമുണ്ടായാൽ UDF-ന് ആണ് ഭൂരിപക്ഷം കിട്ടണം കേട്ടോ, അത് എണ്ണിക്കഴിഞ്ഞ വോട്ടെണ്ണണം, UDF-ന് ഭൂരിപക്ഷം കിട്ടണം. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായിട്ട് വരുമ്പോൾ ആരാണ് അതിൽ മുഖ്യമന്ത്രിയാകേണ്ടത്? അതാണല്ലോ ഇപ്പൊ തർക്കം നിൽക്കുന്നത്. ഇതൊന്നും ആയിട്ടില്ല, വോട്ടെണ്ണിയിട്ടില്ല. കോൺഗ്രസിന് എത്ര നിയമസഭാ സാമാജികന്മാർ വരുമെന്നുള്ളതിനെ കുറിച്ചൊരു തിട്ടമില്ല. ഇതിൽ ആരൊക്കെ ജയിച്ചു വരുമെന്നുള്ളതിനെ കാര്യത്തിൽ ഒരു ധാരണയില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ തർക്കം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്, ആരാണ് അടുത്ത മുഖ്യമന്ത്രിയാകേണ്ടത്. ഇതാണ് കോൺഗ്രസിന്റെ ഒരു കൾച്ചർ. അതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അവരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മുൻകൂട്ടി ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകളി അന്തരീക്ഷം വഷളാക്കുകയും ചെയ്യും. രാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കും. വഷളായി നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, അവരുടെ പ്രധാന ഘടകകക്ഷിയാണ്, 27 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ അവരുടെ യോഗം ചേർന്ന ശേഷം അവരുടെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവന അങ്ങനെ തന്നെയാണ് വന്നത്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്, ഇത് കോൺഗ്രസ്സുകാരെ തന്നെ പരിഹരിച്ചോളും, അത്തരം കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഒരു ചട്ടവട്ടങ്ങളുണ്ട്, അപ്പൊ അതിനനുസരിച്ച് തീരുമാനം വരുമെന്നൊക്കെയാണ് അത് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇടയ്ക്ക് ഒരു വാക്ക് അദ്ദേഹം കയറി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് പൊതുജന അഭിപ്രായം മാനിക്കണം, ജനപിന്തുണ മാനിക്കണം എന്നൊരു വാക്ക് പറഞ്ഞു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോൾ, നിങ്ങളുടെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ പൊതുസമ്മതിയും പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് പൊതു സ്വീകാര്യനും ഒക്കെ ഉള്ള ആളായിരിക്കണമെന്നാണ് പറഞ്ഞത്. അതെന്താണെന്നുള്ളതിനെയാണ് ഇപ്പൊ ഓരോരുത്തർ അവരവരുടേതായ രീതി വ്യാഖ്യാനിച്ചെടുക്കുന്നത്. ഇപ്പൊ ഭൂരിപക്ഷം ആളുകളും വ്യാഖ്യാനിക്കുന്നത് BD സതീശന് വേണ്ടിയിട്ടാണ് ലീഗ് അങ്ങനെ പറഞ്ഞെന്നാണ് പറയുന്നത്. അതിന് ന്യായീകരണമുണ്ട്. പ്രതിപക്ഷ നേതാവാണ്, ഇപ്രാവശ്യം നയിച്ചത് ശ്രീ BD സതീശനാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് മികച്ച പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കോൺഗ്രസ് സംഘടനയും UDF-നെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിക്ക് നല്ല അഭിമാനകരമായ വിജയം ഉണ്ടാക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നല്ല വിജയമാണ്, UDF-നെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയമാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സംഘടന പരപരമായ കാര്യങ്ങളിൽ ഇപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് സംഘടന ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില പ്രശ്നങ്ങള്, അസ്വാരസ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ അവസാന പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് MP-മാർക്ക് സീറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് ചില പ്രശ്നങ്ങൾ, അങ്ങനെ ചില തർക്കങ്ങൾ ഉണ്ടായി. അത് വലിയ തർക്കവുമായിരുന്നു നടന്നു, സാരവും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒരാഴ്ചയോളം ഡൽഹി കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചും വലിയ തർക്കം ഉണ്ടായല്ലോ. MP-മാരായ K സുധാകരനും പിന്നീട് അടൂർ പ്രകാശിനും ഒക്കെ MP-മാർക്ക് മത്സരിക്കണം, കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ചെറുതല്ല, കാര്യമായ വിവാദങ്ങൾ. അത് K സുധാകരനാണ് ഏറ്റവും ശക്തമായിട്ട് വന്നത്, അദ്ദേഹത്തിന് കണ്ണൂർ അസംബ്ലി സീറ്റിൽ മത്സരിക്കണമെന്നുള്ള കാര്യത്തിൽ. അത് വലിയ കുഴപ്പത്തിലേക്ക് തന്നെ അങ്ങ് മാറുകയായിരുന്നു. അപ്പൊ സുധാകരന്റെ ചൂട് പിടിച്ചുകൊണ്ട് മറ്റു ചില MP-മാരും പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ഡൽഹിയിൽ നിന്നിട്ട് ഞങ്ങൾ ഇനിയും പ്രവർത്തിക്കുന്ന ഒരു താല്പര്യമില്ല, ഞങ്ങൾ ഇനി കേരളത്തിലേക്ക് മടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതൊരു ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് പരിഹരിച്ചു. മല്ലികാർജുൻ ഖാർഗെ തന്നെ ഇടപെട്ട വിഷയങ്ങളൊക്കെ പരിഹരിച്ച് സുധാകരനെ കേരളത്തിലേക്ക് തിരിച്ചയക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അങ്ങനെ തെരഞ്ഞെടുപ്പെല്ലാം നടന്ന ശേഷമാണ് ഇപ്പോഴേ KC വേണുഗോപാൽ എന്നൊരാളിന്റെ പേരൂടെ ചേർത്താണ് ഇപ്പൊ അടുത്ത വിവാദം ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാല് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത ആളാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന്റെ ഒരു അവസാന വാക്കാണ് KC വേണുഗോപാൽ. സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്ര വലിയ സ്വാധീനമുള്ള ആളിന് KC വേണുഗോപാൽ, അദ്ദേഹം നിലവിൽ ആലപ്പുഴ MP-യുമാണ്, ആലപ്പുഴ എന്നുള്ള പാർലമെന്റ് അംഗവുമാണ്. KC വേണുഗോപാലിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്നൊക്കെയുള്ളൊരു പ്രചരണം, ഒരു പക്ഷെങ്കിൽ അദ്ദേഹം വന്നേക്കും എന്നൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ ചേർത്തിട്ടാണ് ഇപ്പം മറ്റൊരു വിവാദം വന്നിരിക്കുന്നത്. അതായത് വോട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ ഇപ്പോഴെ മറ്റൊരു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മത്സരിക്കുന്നു. അങ്ങനെ 3 പ്രമുഖരായ നേതാക്കന്മാര്, KC വേണുഗോപാൽ, MP ആയിട്ടുള്ള KC വേണുഗോപാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ VD സതീശനും അതേപോലെ തന്നെ മറ്റൊരു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇവരിൽ ആരാകണം, അതാണ് ഇപ്പൊ അടുത്ത തർക്കം വന്നത്. അപ്പൊ ഇതൊരു പരിഹാരമില്ലാത്ത തർക്കമായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പരസ്പര അഭിപ്രായങ്ങൾ കയറി പറയുക. അത് നിസ്സാരക്കാരല്ല, എല്ലാവരും ടോപ്പ് ലീഡേഴ്സ് ആണ് പറയുന്നത്.
അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കും? ഇപ്പൊ ഇന്നലെ ലീഗിന്റെ പ്രസ്താവനയാണ് അവസാനം വന്ന് നിൽക്കുന്നത്. KPCC എല്ലാവരെയൊക്കെ ഒന്ന് വിരട്ടി നിർത്തിയിട്ടുണ്ട്. തൽക്കാലം ആരും ബഹളം ഉണ്ടാക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് നിൽക്കത്തില്ല. പ്രസ്താവനകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ മറ്റൊരു കൂട്ടർ വേറൊരു മധ്യസ്ഥര് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇവർക്ക് വീതിച്ചു കൊടുത്തേര്. ഇതിനകത്തിലെ പ്രമുഖരായ ഇപ്പൊ KC വേണുഗോപാല് മത്സരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ, എല്ലാവരും പറയുന്ന പൊതുസമ്മേളനം ഈ പ്രാവശ്യം നയിച്ച നേതാവ് എന്നുള്ള നിലയിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകട്ടെ, കുഴപ്പമില്ല, മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വരട്ടെ. പക്ഷേ ആഭ്യന്തര വകുപ്പും വിജിലൻസും അതിനോട് ചേർന്ന് വരുന്നതാണ് വിജിലൻസ് സംവിധാനം, പോലീസിലെ തന്നെ വിജിലൻസ് സംവിധാനം. ഇത് രണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒത്തുതീർപ്പ് ഫോർമുല വരാം എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ശരിയാണ്, വലിയ പോസ്റ്റാണ്, അതിനപ്പുറത്തേക്ക് വേറെ ആരും തീരുമാനിക്കേണ്ട ആളാണ്, കക്ഷി നേതാവും ഒക്കെയാണ്. പക്ഷേ കാലാകാലങ്ങളായിട്ട്, അതായത് കരുണാകരന്റെ കാലത്തിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. കരുണാകരന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, മേനോനും ഒക്കെയുള്ള ഭരണകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഒരാളാണെങ്കിൽ ആഭ്യന്തരം വേറൊരാളായിരിക്കും. ഈ ആഭ്യന്തരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനം മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്. സ്വാഭാവികമാണല്ലോ, പോലീസ് സംവിധാനം മുഴുവൻ അദ്ദേഹത്തിന്റെ കീഴിലാണ്. അപ്പൊ അവർക്ക് വലിയ സർവാധികാരിക്കാരിയാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഒരു സദസ്സിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ഒരു ചടങ്ങിന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് പോലീസുകാരെ DGP അടക്കമുള്ള ഒരു ആദ്യം സല്യൂട്ട് ചെയ്യുന്ന ആരെയായിരിക്കും? സ്വാഭാവികമായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് അത് വരാൻ വഴിയുള്ളൂ. സംഭവം ശരിയാണ്, മുഖ്യമന്ത്രിയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വിഷയം. കാരണം പോലീസ് പവർ ഇല്ലെന്നുണ്ടെങ്കിൽ പോലീസ് അധികാരം നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ വകുപ്പിന്റെ ഒരു പ്രാധാന്യം അറിയാമോ, എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് കരുണാകരന് ശേഷം പിന്നീട് വന്ന സർക്കാരുകളുടെ എല്ലാം കാലത്ത്, അത് ഇടതുപക്ഷമാണെങ്കിലും ശരി വലതുപക്ഷമാണെങ്കിലും ശരി, മുഖ്യമന്ത്രി കസേരയോടൊപ്പം തന്നെ, മുഖ്യമന്ത്രി സ്ഥാനത്തോടൊപ്പം ആഭ്യന്തരവും ഇവർ തന്നെ കൈകാര്യം ചെയ്തു. അതിനന്ന് പറഞ്ഞ ന്യായീകരണം ഏറ്റവും കൂടുതൽ പഴിദോഷം കേൾക്കുന്നത് പോലീസ് വഴിയാണല്ലോ. പോലീസ് വഴിയാണ് പഴിദോഷം കേൾക്കാൻ കാരണം. രക്ഷാപ്രവർത്തനങ്ങളും അടിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടോ സമയത്ത് ലോ ആൻഡ് ഓർഡർ സൂക്ഷിക്കേണ്ടതും, അതേപോലെ തന്നെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന വിജിലൻസ് കേസുകൾ ഉണ്ടാവും, കേസുകളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും പരമപ്രധാനമായ വകുപ്പായതുകൊണ്ട് ഇത് രണ്ടുപേര് കൈകാര്യം ചെയ്താൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള ന്യായീകരണമാണ് അന്ന് വന്നിരുന്നത്. പക്ഷേ സത്യത്തിൽ അതൊന്നുമല്ല, ഇതൊരു പവർഫുൾ പോസ്റ്റ് തന്നെയാണ്. ഒരു പക്ഷെങ്കിൽ മുഖ്യമന്ത്രിയെക്കാട്ടിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സാങ്കേതികമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതങ്ങ് വിരിച്ചു കൊടുക്കുന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഫോർമുല നിൽക്കുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ, ആഭ്യന്തരവും വിജിലൻസും രമേശിന് കൊടുക്കാറുണ്ട്. ഒരു പക്ഷെങ്കിൽ അതിന് ചിലപ്പോൾ രമേശിന് സ്വീകാര്യമാകാൻ സാധ്യതയുണ്ടത്. പക്ഷെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ, ഞാൻ സൈക്കിളിൽ പോലും നടന്ന് ആണ് കേരളത്തിലെ KSUവിനെ വളർത്തിയെടുത്തത്, എനിക്ക് ഒരുപാട് പ്രവർത്തന പാരമ്പര്യങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഞാനും ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളാണ്, അതെ, പ്രായമുണ്ട്, പ്രായം കൊണ്ടും എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കും വേണം എന്നുള്ളൊരു മുഖ്യമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എനിക്ക് വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷെങ്കിൽ അങ്ങനെയാകാം, അങ്ങനെയും വരാം. പിന്നെ VD സത്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ നേരെ ഈക്വേഷൻ തിരിഞ്ഞും വരാം. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ, VD സതീശൻ ആഭ്യന്തരവും വിജിലൻസോ അത്തരത്തിലുള്ള വലിയ സ്ഥാനങ്ങൾ വല്ലതും കൊടുത്തിട്ട് എന്തായാലും രണ്ടുപേരെയും തുല്യമായിട്ട് പരിഗണിച്ചെങ്കിലേ പറ്റുള്ളൂ.